ആസാമിലെ പദംപൂരിൽ രോഗശാന്തി പ്രാർത്ഥന നടത്തിയതിന് ക്രിസ്ത്യൻ സുവിശേഷ പ്രഘോഷകനെ അറസ്റ്റ് ചെയ്തു. പ്രഞ്ജൽ ഭൂയാൻ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത്. രോഗശാന്തി ശുശ്രൂഷകൾ തടയുന്നതിനായി പുതുതായി സംസ്ഥാനത്ത് നടപ്പാക്കിയ നിയമത്തിൻ്റെ മറവിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അന്ധവിശ്വാസങ്ങളെ പിഴുതെറിയാനാണെന്ന വാദത്തിലാണ് ഈ നിയമം കൊണ്ടുവന്നതെങ്കിലും മതന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നതിനായാണ് ഇതുപയോഗിക്കുന്നത്. പ്രാർത്ഥനയിലൂടെ രോഗം ഭേദമാക്കാമെന്ന് അവകാശപ്പെട്ട് ഗ്രാമവാസികളെ മതപരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ച് ഒരാൾ നൽകിയ പരാതിയിലാണ് ഈ നീക്കം. അറസ്റ്റ് ചെയ്ത പ്രഞ്ജലിനെ 14 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 3 വർഷം തടവും പിഴയും ലഭിച്ചേക്കാവുന്ന കുറ്റമാണ് ഇത്. BJP അധികാരത്തിലിരിക്കുന്ന ആസാമിലെ നിയമസഭയിൽ ഈ ബിൽ അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾ എതിർത്തിരുന്നു. കാരണം ഇത് സംസ്ഥാനത്തെ ക്രൈസ്തവരെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള നിയമമാണെന്നുള്ള ബോധ്യമുണ്ടായിരുന്നുവെന്നും ഗുവാഹത്തി ആർച്ച് ബിഷപ്പ് ജോൺ മൂലച്ചിറ പറഞ്ഞു. രോഗബാധിതനായ ഒരു ബന്ധുവിൻ്റെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിച്ചാലും ഈ നിയമപ്രകാരം കുറ്റമാണ് എന്ന ഭയപ്പെടുത്തുന്ന വസ്തുതയെക്കുറിച്ചും ആർച്ച് ബിഷപ്പ് എടുത്തു പറഞ്ഞു. സംസ്ഥാനത്ത് സുവിശേഷവൽക്കരണം തടയാൻ കർശന നിയമം കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരുന്നു.